തിരികെടാതെ നിലവിളക്ക് വിവാദം. ആരാധന എന്ന രീതിയിൽ നിലവിളക്ക് കൊളുത്തുന്നത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ലെന്ന് പരസ്യമാക്കി ഫാത്തിമ തെഹ്ലിയെ MLA തള്ളി ഉമർ ഫൈസി മുക്കം. പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ലെന്നാണ് പ്രതികരണം. സൂര്യാരാധന ഇങ്ങനെ തുടങ്ങി കണ്ടതിനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല. ആരാധനയുടെ അർത്ഥം നൽകുന്ന മേഖലകളിലും അതുമായി ബന്ധപ്പെടാനും പാടില്ല എന്നതാണ് ദീപത്തെ വിളക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അതൊരു പൊതു വിഷയം അങ്ങനെയാണ്. ഒരു പ്രത്യേക ഒരു സ്ത്രീയോ അല്ലെങ്കിൽ MLA ഒന്നും ചർച്ചയെ സംബന്ധിച്ച് മാത്രം പറയേണ്ട ഒരു വിഷയമല്ല ഇത്. ആർക്കും വിളക്ക് കത്തിക്കാം, കത്തിക്കാതിരിക്കുകയും ചെയ്യാം. ആരാധനയുടെ ഭാഗം എന്ന നിലക്കുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പൊതു ചടങ്ങുകളിൽ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അവിടെ അതിൻ്റെ അടിസ്ഥാനം ദീപാരാധനയിൽ പുണ്യങ്ങൾ ഉണ്ടാകും, ആ തുടങ്ങാൻ പോകുന്ന വിഷയം അതിനൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകും എന്ന ഒരു ദർശനത്തിൻ്റെ പേരിലാണ് ദീപം വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ആരാധന സമ്പ്രദായം പൊതുവേദിയിലേക്ക് കടന്നു വന്നത്. അത് ആ ഒരു നിലക്കാകുമ്പോൾ അതിനോട് ഒരു മുസ്ലിം ഏകദൈവ വിശ്വാസിയാകുന്ന ആൾക്ക് അത് ചെയ്യുന്നതിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. അക്കാര്യത്തിൽ സംശയമില്ല. അതാണ് വിഷയം. ചെറിയ കാര്യമെന്നും വിവാദമാക്കേണ്ടതുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ്റെ പ്രതികരണം. അതേസമയം ഫാത്തിമ തെഹ്ലിയോട് ചോദിക്കുമെന്നായിരുന്നു മന്ത്രി T. സിദ്ദിഖിൻ്റെ മറുപടി. അത്തരം ചെറിയ കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത് അങ്ങനെ അതൊക്കെ അത് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന പോലെ അതൊക്കെ പോകും. അല്ല, അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ ഇപ്പൊ ഇവിടെ. അല്ല, ഇപ്പോ അത് സംബന്ധിച്ചൊരു ചർച്ചയല്ലല്ലോ നമ്മൾ നടത്തുന്നത്. ഞങ്ങളിപ്പോ കൃഷി വകുപ്പിന്റെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആ കൃഷി വകുപ്പിന്റെ ഒത്തിരി നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് പോവാം. വിവാദങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അപശബ്ദത്തിലേക്കും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അതൊന്നും പ്രസക്തമായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും ലീഗാണ് ഇവിടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം സമസ്ത ലീഗിൻ്റെ MLA തള്ളുന്നു. മാത്രമല്ല, ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ലീഗിൻ്റെ നിലപാടെന്താണ്? ഇതിനോട് ഫാത്തിമ തെഹ്ലിയ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ടോം, മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA എന്ന രീതിയിലാണ് ഫാത്തിമ തെഹ്ലിയ സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാംഗം ആയത്. അതിനുശേഷമാണ് പേരാമ്പ്രയിൽ നടന്ന ഒരു ചടങ്ങിൽ തിരിതെളിച്ച് അവർ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയത്. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ഒരു ദീപം എന്ന രീതിയിൽ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു സ്രോതസ് എന്ന രീതിയിൽ അത് വിളക്ക് തെളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മറിച്ചൊരു ആരാധന അല്ലെങ്കിൽ ഒരു ദൈവത്തെങ്കിലുള്ള അർപ്പണം എന്ന രീതിയിലാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ അത് വർജിക്കണം എന്ന് തന്നെയാണ് ആ സമസ്ത മുഷാവറ മുന്നോട്ട് വെച്ച കാര്യം. അതായത് പൊതുവേദികളിൽ മുസ്ലിങ്ങളായ ജനപ്രതിനിധികൾ തിരിതെളിച്ച് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇന്ന് അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിട്ടുണ്ട്. കാരണം ഉമർ ഫൈസി മുക്കം മുഷാവറ അംഗമാണ്. അദ്ദേഹം പറയുന്നു, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ തിരിതെളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കർമ്മം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈശ്വരനുള്ള ഒരു അർപ്പണം എന്ന രീതിയിലാണ് തിരിതെളിക്കുന്നത്. അതുകൊണ്ട് അത്തരം തിരിതെളിക്കൽ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏക വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. അതുകൊണ്ട് അവർ മറ്റ് ആരാധനയിൽ നിന്നു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അതായത് ഫാത്തിമ തെഹ്ലിയ നിലവിൽ ചെയ്ത പ്രവൃത്തി അത് മുസ്ലിംങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്, നടപടി ആണ് എന്ന് പറയുന്നു. ഒപ്പം ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അത് വിളക്ക് തെളിച്ച് മാത്രം ആവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാടമുറിച്ചും മറ്റ് പല രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങുകളുണ്ട്. വിളക്ക് തെളിച്ച് മാത്രം എന്തിന് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കണം എന്ന ചോദ്യവും ചോദിക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഏത് രീതിയിൽ ഈ ചടങ്ങ് നടത്തണമെന്ന്. പക്ഷേ മുസ്ലിം വിശ്വാസികളായ
ജനപ്രതിനിധികൾ ആ രീതിയിൽ വിളക്ക് കൊളുത്തലിനെ കാണേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിവാദം വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ മുഷാവറയുടെ തീരുമാനം എത്തിയതിന് പിന്നാലെ നമ്മൾ ഫാത്തിമ തെഹ്ലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു വിവാദമാക്കുന്നതിനോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ സമസ്തയുടെ ഈ നിലപാടിനോടോ തന്റെ അഭിപ്രായം അറിയിക്കുന്നതിനോ താൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നതിനാണ് ഇന്ന് നമ്മൾ രണ്ട് മന്ത്രിമാരോട്, ഈ ഇസ്ലാം മത വിശ്വാസികളായ രണ്ട് മന്ത്രിമാർ, ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് എൻ ശംസുദ്ദീൻ, അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നേരത്തെ നടന്ന സർക്കാരിന്റെ പ്രവേശനോത്സവമുള്ള ചടങ്ങുകളിലും അദ്ദേഹം തിരിതെളിക്കുന്നതിൽ നിന്നും മാറി ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് TC ഇക്കാര്യം ചോദിച്ചപ്പോഴും അതൊക്കെ ഒരുപാട് വേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഈ വിവാദങ്ങളെ കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ലീഗിന് കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പറയേണ്ടി വരും. പുതുതായി ഭരണ സാരഥ്യം ഏറ്റെടുത്ത മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും. മുസ്ലിം ലീഗിൽ നിന്നും ഒരുപാട് മന്ത്രിമാർ ഉള്ള ഒരു സമയമാണ്. പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ പല പരിപാടികളിലും ഇത്തരത്തിൽ വിളക്ക് കൊളുത്തി തന്നെയാവും ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോവുകയും ചെയ്ത്. അതുകൊണ്ട് എന്ത് നിലപാടാവും ഇക്കാര്യത്തിൽ ഫാത്തിമ തെഹ്ലി അടക്കം മുന്നോട്ട് തീരുമാനിക്കുക എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ടോം, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.